അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്നും പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. ചില വ്യക്തികൾ ഒന്നുമില്ലായ്മയിൽ നിന്നും കടന്നു വന്ന് പേരും പ്രശസ്തിയും പണവും ഒക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി അപ്പാടെ അങ്ങ് മറക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അത്യുന്നതിയിൽ എത്തുമ്പോഴാണ് അയാളുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകേണ്ടത്. അവരുടെ വാക്കുകൾക്ക് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും അനുകമ്പയുടെയും ആദരവിന്റെയും സ്ഫുരണമുണ്ടാകണം. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളെ പരമപുച്ഛത്തോടെ കണ്ട് അവരെ ഇകഴ്ത്തി സംസാരിക്കുവാൻ ഒരിക്കലും പാടില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. അതാണ് ഇവിടെ ഇപ്പോൾ യൂട്യൂബറും ഇൻഫ്ലുവൻസറും അവതാരകയും ഒക്കെയായ പേളി മാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. അനവസരത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിശൂന്യമായ ചില അഭിപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാരണം പേളിമാണി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന് ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. പേളി ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാകാം തന്റെ ലക്ഷോപലക്ഷം വരുന്ന ഫോളോവേഴ്സ് താൻ പറയുന്ന വളിപ്പുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുമെന്ന്. ഇവിടെയാണ് പേളി മാണിക്ക് അടിയേറ്റത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. താ ഒരു പുല്ലുമല്ല. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. അതൊരബദ്ധമായി പോയി എന്ന് എനിക്കും തോന്നാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. വേണ്ട, അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത അവരാദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. പണ്ട് പേളിമാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തിയിരുന്നു. ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? പിന്നെ ഞാൻ ഏതോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്നതൊക്കെ വേദവാക്യമാണെന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് പുച്ഛഭാവത്തിലുള്ള സംസാരവും പെരുമാറ്റവും അങ്ങ് തുടങ്ങും. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. അഹങ്കാരി. സിബി കാലഹരണപ്പെട്ട സംവിധായകനല്ല എന്നറിയാത്ത ഒരാളല്ല പേളിമാണി. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. എന്നാൽ അവരുടെ ഉള്ളിലെ അഹങ്കാരം മറനീക്കി പുറത്തു വന്നപ്പോൾ അവർ സിബിയെ ആക്ഷേപിച്ചത് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. പേളി ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാകാം തന്റെ ലക്ഷോപലക്ഷം വരുന്ന ഫോളോവേഴ്സ് താൻ പറയുന്ന വളിപ്പുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുമെന്ന്. എടേ, വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്. നീ ഓർമ്മയിൽ വെച്ചോ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.